ഇപ്പോൾ ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, നമുക്കതിന്റെ FIR പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരാളെ വിളിച്ചു വരുത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ്, 2000 കോടിയുടെ തട്ടിപ്പ് നടത്തുകയാണ്. ഇതിലൊക്കെ തന്നെയാണ് 24 ന്യൂസിന്റെ മുതലാളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ടി വി പ്രസാദ്, 2025 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് ഈ പരാതിയും അതുപോലെ തന്നെ കേസുമെല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. ഇതിന്റെ FIR പുറത്തു വന്നപ്പോഴാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. 24 ന്യൂസിന്റെ ചെയർമാനാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് 10-100 കോടിയുടെ തട്ടിപ്പല്ല, നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ കേട്ട തട്ടിപ്പിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആകെ 6 പ്രതികളാണുള്ളത്. അതിൽ മുഹമ്മദ് ആലുങ്കൽ 1-ാം പ്രതിയായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ്. 2-ാം പ്രതി നിസാം അലി, അബ്ദുൽ ലത്തീഫ്, അങ്ങനെ പോകുന്നു. ഒരു സംഘം 6 പേർ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു, അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടന്നു എന്നുള്ളതാണ്. FIR പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്ന് 2015 മുതൽ 19 വരെയുള്ള കാലയളവിൽ, ഇതിൽ 1-ാം പ്രതി മുഹമ്മദ് ആലുങ്കലാണ്, 19 വരെയുള്ള കാലയളവിൽ ഗൂഢാലോചന നടത്തി ആവലാതിക്കാരൻ സൗദി അറേബ്യയിൽ 2003 മുതൽ പ്രവർത്തനം നടത്തി വരുന്ന 2000 കോടി രൂപ വിലമതിക്കുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി അന്യായമായി ചതി ചെയ്ത് തട്ടിയെടുത്തും ആവലാതിക്കാരന്റെ പേരിൽ സൗദി അറേബ്യയിൽ വ്യാജമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനിടയാക്കി ജയിൽവാസം അനുഭവിക്കുന്നതിനും ഒത്തുതീർപ്പിനെന്ന വ്യാജേന നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഫ്ലോറ റെസിഡൻസി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചും മറ്റും പ്രതികളും പരസ്പരം സഹായികളും ഉത്സാഹികളുമായി പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യമാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2000 കോടി രൂപയുടെ ആശുപത്രി ശൃംഖല തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി, തട്ടിയെടുത്തു എന്നുള്ളതാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നത്. 1-ാം പ്രതിയാണ് മുഹമ്മദ് ആലുങ്കൽ, 24-ന്റെ ചെയർമാനാണ് ഈ പ്രതി എന്നതാണ്. 2000 കോടിയുടെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ സമീപകാലത്ത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത്രയും വലിയ ഒരു തട്ടിപ്പാണ് ഇതിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്നത് എന്ന് ക്രൂരമായി മർദ്ദിച്ചൊക്കെയാണ് ഈ കാര്യങ്ങൾ നേടിയെടുത്തത് എന്നും പോലീസിന്റെ FIR-ൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രഥമ വിവരം എന്ന രീതിയിൽ പോലീസ് FIR-ൽ തന്നെ രേഖപ്പെടുത്തിയ ആ ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കേണ്ടതുണ്ട് വിനീത. അതായത് ഈ സംഗതിക്ക് ആവലാതിക്കാരൻ ഇന്നേ ദിവസം, അതായത് FIR രജിസ്റ്റർ ചെയ്ത ദിവസം 17/7/2025 തീയതി പകൽ ഉച്ചയ്ക്ക് 2:30 നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പ്രതികളായ ആലങ്കൽ മുഹമ്മദ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ 6 പേർ, അവരെല്ലാവരും ചേർന്ന് ആവലാതിക്കാരന്റെ ഉടമസ്ഥതയിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖ ചമച്ച് ചതി ചെയ്ത് തട്ടിയെടുത്ത് കൈവശപ്പെടുത്തിയ കാര്യത്തിനും ആവലാതിക്കാരന്റെ പേരിൽ സൗദി അറേബ്യയിൽ വ്യാജമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനിടയാക്കി ജയിൽവാസം അനുഭവിക്കുന്നതിനും ആവലാതിക്കാരനെ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ടലിലേക്ക് ഒത്തുതീർപ്പിനെന്ന വ്യാജേന വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച കാര്യത്തിനും പറഞ്ഞ മൊഴി സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇന്ന ഉദ്യോഗസ്ഥൻ ക്രൈം 180/2025 അണ്ടർ സെക്ഷൻ 388 തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രഥമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 24 ന്യൂസിന്റെ ചെയർമാനാണ് ഈ മുഹമ്മദ് ആലുങ്കൽ. ഇദ്ദേഹമാണ് 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, ആ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു എന്നതിന്റെ വിവരം പുറത്തു വരുന്നത് ഫെബ്രുവരി മാസമാണ്. ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഇതിന്റെ വിവരം ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല, മൂടി വെച്ചതാണ്. ഇതാദ്യമായാണ് ഈ വിവരം പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വരുന്നത്. ഏറ്റവും വലിയ തട്ടിപ്പ് സമീപകാലത്ത് കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 2000 കോടി രൂപ വിലയുള്ള ആശുപത്രി ശൃംഖല, അതാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി വിനീത, ഇതിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ അത്രയും ഗുരുതരമായ കേസായിട്ട് കൂടി ഇത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 10 മാസത്തോളമായി ഇത് ഫ്രീസറിൽ കിടക്കുന്നു എന്നുള്ളതാണ്, ആരും അറിയാതെ കിടക്കുന്നു എന്നതാണ്. അങ്ങനെയാണ് ഈ 2000 കോടി രൂപയുടെ തട്ടിപ്പ്.
എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പ്രസാദ് പറഞ്ഞതുപോലെ നമ്മൾ അടുത്തിടെ കേട്ടതിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ്. 2000 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് മാത്രമല്ല, ഇതിൽ പരാതിക്കാരനെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പൂട്ടിയിട്ടു, മർദ്ദിച്ചു. അത്തരത്തിൽ അയാളെ ഗുരുതരമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു തന്നെ എഫ്ഐആറിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ കേസിന്റെ തുടർ നടപടികളിലേക്കൊന്നും ഇത്രയും മാസമായിട്ട് പോയിട്ടുമില്ല എന്നതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. കാര്യമായ തുടർ നടപടികളിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല വിനീത, ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്ര ഗുരുതരമായ ഒരു തട്ടിപ്പ് 24 ന്യൂസിന്റെ ചെയർമാൻ ആയതുകൊണ്ട് മാത്രം മൂടിവെച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ നടപടികൾ കാര്യമായി ഉണ്ടാവില്ല എന്നതിനപ്പുറം ഒരു വാർത്താ ചാനലിന്റെ ചെയർമാനായി കഴിഞ്ഞാൽ എന്തും മൂടിവെക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് മുഹമ്മദ് ആലുങ്കൽ അത് മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കഴിഞ്ഞ 10 മാസമായി ഇത് പുറം ലോകം അറിയാതിരുന്നത്. 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസ് അത് 100-100 രൂപയുടെ തട്ടിപ്പല്ല എന്നുള്ളതാണ്. കോടികൾ, അതായത് 2000 കോടിയോളം രൂപ വിലമതിക്കുന്ന തട്ടിപ്പാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിനിത നേരത്തെ പറഞ്ഞതുപോലെ പരാതിക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് അതിഭീകരമായി മർദ്ദിക്കുന്നു, വ്യാജരേഖകളിൽ ഒപ്പിടിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ക്രിമിനൽ പ്രവൃത്തി ചെയ്യാമോ അതെല്ലാം ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ ഇത് പുറത്തു വരാതിരിക്കാനുള്ള കാരണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24 ന്യൂസിന്റെ ചെയർമാൻ എന്ന ഒരു പ്രിവിലേജ് ഉപയോഗിച്ചിട്ടാണോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നത്. അങ്ങനെയല്ല എങ്കിൽ ചെറിയ കേസുകൾ പോലും വളരെ താല്പര്യത്തോടുകൂടി പൊതുജനങ്ങളെ ആഗ്രഹിക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ പോലീസ് സംവിധാനം എന്തുകൊണ്ടാണ് 24 ന്യൂസിന്റെ ചെയർമാൻ ഒന്നാം പ്രതിയായ ഈ 2000 കോടി രൂപയുടെ തട്ടിപ്പ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല എന്നുള്ളത്, അതല്ലെങ്കിൽ ആരോടും പറഞ്ഞില്ല എന്നുള്ളത് വളരെ സംശയത്തോടു കൂടി തന്നെ നോക്കണം. പത്രങ്ങളിലോ മറ്റ് ചാനലുകളിലോ എവിടെയും ഇത് സംബന്ധിച്ചുള്ള വാർത്ത വരാത്തതും ഉറപ്പായും അത് 24 ന്യൂസിന്റെ ചെയർമാൻ എന്ന നിലയിലായിരിക്കണം. മുഹമ്മദ് ആലുങ്കലിനെതിരെ നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. നിരവധി പരിശോധനകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന വിവരം നേരത്തെ അറിയുമായിരുന്നു. അതായത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പരാതി ഉണ്ടായിരുന്നു മുഹമ്മദ് ആലുങ്കലിനെതിരെ. പക്ഷേ അതും ഒരുപക്ഷെ എവിടെയും എത്താത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സമീപകാലത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി 24 ന്യൂസിന്റെ ചെയർമാന്റെ തട്ടിപ്പ് മാറി എന്നുള്ളതാണ് ഈ എഫ്ഐആർ മാത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടന്നാൽ, കൂടുതൽ രേഖകളിലേക്ക് കടന്നാൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് വിനീത. ശരി, തീർച്ചയായും അതിലൊരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. 2000 കോടിയുടെ തട്ടിപ്പ് എങ്ങനെയാണ് ഈ ഹോട്ടൽ ശൃംഖല ഇയാൾ തട്ടിയെടുത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതിക്കാരനും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാകും. ശ്യാം ദേവരാജിലേക്ക് വീണ്ടും പോയ ശ്യാം, അബീർ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ശൃംഖലയുടെ ചെയർമാൻ എന്ന രീതിയിലാണ് ഇയാൾ ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് 24 ന്യൂസിന്റെ മുതലാളി എന്ന നിലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ ഒരു മറയായി തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് ഒരാളെ നെടുമ്പാശ്ശേരി പോലെയുള്ള ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി ഹോട്ടലിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതും. അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം 24 ന്യൂസിന്റെ ചെയർമാൻ എന്ന നിലയിൽ മുതലാളി എന്ന സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ആലുങ്കൽ മുഹമ്മദ് ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുന്നത്. ഒന്ന് വളരെ വലിയ 1, 2, 3, 100 കോടി രൂപയല്ല, 2000 കോടി രൂപയുടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. രണ്ടാമത്തേത് ഒരാളെ അല്ലെങ്കിൽ പരാതിക്കാരനെ, ഈ കേസിലെ പരാതിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു, ഒത്തുതീർപ്പിനെന്ന വ്യാജന വിളിച്ചു വരുത്തുന്നു, സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. ഇതിലൊന്നും പോലീസ് കേസെടുക്കുമെന്നോ അല്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാമെന്നോ കരുതുന്നത് ഒരുപക്ഷെ ഒരു ചാനലിന്റെ ചെയർമാനാണ് എന്നതിന്റെ മോടിയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ കരുതുകയും ഈ രീതിയിൽ ഒരാളെ ക്രൂരമായി ആക്രമിക്കുകയും വലിയ വഞ്ചന തട്ടിപ്പ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിനാണോ മാധ്യമ സ്ഥാപനത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നുകൂടി ആരെങ്കിലും സംശയിച്ചാൽ അക്കാര്യത്തിൽ തെറ്റു പറയാനാകില്ല. 24 ന്യൂസിന്റെ ചെയർമാനായ ആലുങ്കൽ മുഹമ്മദിനെതിരെ ഈ രീതിയിൽ ഗൗരവതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങൾ എന്നത് വിശ്വാസവഞ്ചന, തട്ടിപ്പ്, വ്യാജരേഖ ചമക്കൽ, ഭീഷണിപ്പെടുത്തൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നതാണ്. ഈ കുറ്റകൃത്യം തുടങ്ങുന്നത് 2015 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലാണ്. നിലമ്പൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ പേരിൽ ഉള്ള ആശുപത്രി ശൃംഖല വലിയ വ്യാജരേഖ ചമച്ച് അത് തട്ടിയെടുക്കുന്നു. അത് തട്ടിയെടുത്തതിന് ശേഷം
ഈ 2000 കോടിയിലധികം രൂപ മതിപ്പുവിൽ വരുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുക്കുകയാണ്. അങ്ങനെ തട്ടിയെടുത്തതിന് ശേഷം പരാതിക്കാരുടെ പേരിൽ വ്യാജ പരാതി നൽകുകയും അദ്ദേഹം ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് ഇക്കൊല്ലം ആദ്യമാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ ഫ്ലോറ റെസിഡൻസി ഹോട്ടലിലേക്ക് പരാതിക്കാരനെ വിളിച്ചു വരുത്തുന്നത്. അത് ഒത്തുതീർപ്പിന് എന്ന വ്യാജേനയാണ് ഈ രീതിയിൽ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് മുഹമ്മദ് ആലുങ്കലിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം ഈ പ്രതികൾ പരാതിക്കാരനെ ദേഹോപദ്രവമേൽപ്പിക്കുന്നത്, കഠിനമായ രീതിയിലുള്ള ദേഹോപദ്രവമേൽപ്പിക്കുന്നത്. അക്കാര്യത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസിൽ പരാതിക്കാരൻ പരാതി നൽകുന്നത്. അതിനുമേൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്യുന്നത്.